കേരള സാരിയിലെത്തിയ പ്രിയങ്ക ഗാന്ധി ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്തു. കോൺഗ്രസ് പ്രവർത്തകയായ പ്രിയങ്ക ഗാന്ധി MP ആയി സത്യപ്രതിജ്ഞ ചെയ്തു. കേരള സാരിയിലെത്തിയ പ്രിയങ്ക ഗാന്ധി ഭരണഘടന ഉയർത്തിപ്പിടിച്ചാണ് സത്യവാചകം ചൊല്ലിയത്. കോൺഗ്രസ് പ്രവർത്തകർ വലിയ ആഘോഷത്തോടെയാണ് പ്രിയങ്ക ഗാന്ധിയെ വരവേറ്റത്. വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ച പ്രിയങ്ക ഗാന്ധി ആദ്യമായാണ് MP ആകുന്നത്. കേരളത്തിൽ നിന്നുള്ള ഏക വനിതാ ലോക്സഭാംഗമാണ് പ്രിയങ്ക ഗാന്ധി. ഉത്തർപ്രദേശിലെ സംബൽപള്ളി വിവാദത്തിന് ശേഷം അജ്മീർ ദർഗയുടെ സ്ഥാനത്ത് ശിവക്ഷേത്രം എന്ന പുതിയ വിവാദം ഉയരുന്നു. വിശ്വ ഹിന്ദു സേനയുടെ മേധാവിയായ വിഷ്ണുഗുപ്തയാണ് കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. ക്ഷേത്രം നശിപ്പിച്ചാണ് ദർഗ നിർമ്മിച്ചതെന്നും ദർഗയ്ക്കുള്ളിൽ ആരാധന നടത്താൻ അനുമതി നൽകണമെന്നുമാണ് ഹർജിക്കാർ. ആന എഴുന്നള്ളിപ്പ് ദൂരപരിധിയിൽ ഇളവുകൾ ഇല്ല. ആന എഴുന്നള്ളിപ്പ് ഒരു മതപരമായ ചടങ്ങുകളല്ലെന്നും ആനകൾ തമ്മിൽ 4 വശത്തു നിന്ന് 3 മീറ്ററിൽ കൂടാൻ പാടില്ല എന്നതിൽ ഇളവുകൾ നൽകാനാകില്ലെന്നും കേരള ഹൈക്കോടതി. കേരളത്തിൽ കൂടുതൽ വന്ദേഭാരതുകൾ അനുവദിക്കുന്ന പരിഗണനയിലെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. റെയിൽവേ മേഖലയിലെ വിവിധ പ്രശ്നങ്ങൾ ഉന്നയിച്ച് മന്ത്രിയെ സന്ദർശിച്ച ഹൈബി ഈഡൻ MP-യോടാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. കൈപ്പിഴ ISL-ൽ ബ്ലാസ്റ്റേഴ്സിന് ഗോവയോട് തോൽവി. ഫുട്ബോളിൽ പിഴവിന്റെ പ്രതിഫലം പരാജയം. ബ്ലാസ്റ്റേഴ്സ് ഒരിക്കൽ കൂടി അത് ചോദിച്ചു വാങ്ങിയപ്പോൾ ഹോം ഗ്രൗണ്ടിൽ വീണ്ടും ഒരു നിരാശാജനകമായ തോൽവി. ജയത്തോടെ 15 പോയിന്റുമായി ഗോവ പട്ടികയിൽ 5ാം സ്ഥാനത്തെത്തിയപ്പോൾ 11 പോയിന്റുള്ള ബ്ലാസ്റ്റേഴ്സ് 9ാം സ്ഥാനത്താണ്. ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ബാംഗ്ലൂരു FC-യോട് ഡിസംബർ 7-നാണ്. കുട്ടികൾക്ക് സാമൂഹ്യ മാധ്യമ ബിൽ പാസാക്കി ഓസ്ട്രേലിയ. 16-ൽ താഴെ പ്രായമുള്ളവർക്ക് സാമൂഹ്യ മാധ്യമ ഉപയോഗം വിലക്കുന്ന നിർണായക ബിൽ പാസാക്കി ഓസ്ട്രേലിയൻ പാർലമെന്റ്. ഭരണ പ്രതിപക്ഷ പിന്തുണയോടെയാണ് ഇരുസഭകളിലും ബിൽ പാസായത്. നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ ഇതിനു മുൻകൈയെടുക്കുന്ന ആദ്യ രാജ്യമാകും ഓസ്ട്രേലിയ. 2021 മുതൽ ചൈന കുട്ടികളുടെ സാമൂഹ്യ മാധ്യമ ഉപയോഗത്തിന് പരിധി വച്ചിട്ടുണ്ട്. ദിവസം 40 മിനിറ്റിൽ കൂടുതൽ ഇവയിൽ ചിലവിടാൻ 14-ൽ താഴെ പ്രായമുള്ളവരെ അനുവദിക്കുന്നില്ല. ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോളിൽ ഇന്നലെ നടന്ന ഗ്ലാമർ പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ റയൽ മാഡ്രിഡിനെതിരെ ലിവർപൂളിന് വിജയം. ലിവർപൂളിന്റെ തട്ടകമായ ആൻഫീൽഡിൽ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ലിവർപൂൾ ജയിച്ചു കയറിയത്. ലിവർപൂളിനായി അർജന്റീൻ മിഡ്ഫീൽഡർ അലക്സിസ് മക്കാലിസ്റ്ററും ഡച്ച് താരം കോഡി ഗാക്പോയും ലക്ഷ്യം കണ്ടു. ഇതോടെ ചാമ്പ്യൻസ് ലീഗ് പോയിന്റ് പട്ടികയിൽ ലിവർപൂൾ 1-മതും റയൽ മാഡ്രിഡ് 24-ാം സ്ഥാനത്തേക്കും പിന്തള്ളപ്പെട്ടു. വിഴിഞ്ഞം തുറമുഖത്തിൽ നിന്നുള്ള വരുമാന വിഹിതം 2034 മുതൽ കേരളത്തിന് ലഭിക്കും. ഭാവി വികസനം ഉറപ്പാക്കുന്ന അനുബന്ധ കരാർ സംസ്ഥാന സർക്കാരും അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡും ഒപ്പുവെച്ചു. സർക്കാരിന് വരുമാനമുണ്ടാകുന്നത് 5 വർഷം നേരത്തെയാകുമെന്ന് മന്ത്രി VN വാസവൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. നിർമ്മാണ കരാർ പ്രകാരം അദാനി തുറമുഖത്തിന് നൽകേണ്ട ഭൂമി ഏറ്റെടുത്ത് നൽകാത്തത് മൂലം 30 കോടി രൂപ നഷ്ടപരിഹാരം നൽകേണ്ടിയിരുന്നു. പുതിയ കരാർ അനുസരിച്ച് സർക്കാർ അത് നൽകേണ്ടതില്ല.